ദൈവമേ, ശിവു റോക്സ്. ഹലോ ശിവാനി, ഷിബു ആണ്. എന്താണ്? അതെ, ഞാൻ ഷോപ്പിന്റെ കാര്യട്ടെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാ. അല്ല, ശിവാനിയെ കാണണമെന്ന് മനസ്സിന് വല്ലാത്തൊരു ആഗ്രഹം തോന്നിട്ട് വന്നതാ. കാണാനൊന്നും പറ്റൂല, ഞാൻ വീട്ടിലില്ല. വീട്ടിലില്ലേ? നോണ പറയല്ലേ ഷിവു. ഷിവുവിന്റെ ചെരുപ്പ് പുറത്തിറക്കണം ഞാൻ കണ്ടല്ല. ആ, പടിയിൽ കിടപ്പുണ്ടല്ല. ഞാനതാ പുറത്ത് ഇപ്പുണ്ട്. കണ്ടില്ലെങ്കിലേ മനസ്സിനൊരു വിഷമം. അതാ, പ്ലീസ് ഒന്ന് വാ. നടക്കൂല. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ വരാം. ഹായ് ശിവു. അല്ല, ഞാനൊരു ബുദ്ധിമുട്ടായോ? അല്ല, ഞാൻ ശല്യമായിട്ടെല്ലാം തോന്നുന്നുണ്ടോ? ശല്യമായിട്ട് തോന്നാനായിട്ട് ചേട്ടനെ ശല്യപ്പെടുത്തുന്നൊന്നും ഇല്ലല്ലോ. അല്ല, ശല്യമാണെങ്കിൽ പറഞ്ഞാ മതി. ഞാൻ അതല്ലേ പറഞ്ഞേ, ശല്യമായിട്ട് തോന്നാനായിട്ട് ചേട്ടൻ എന്നെ ശല്യപ്പെടുത്തുന്നില്ലല്ലോ എന്ന്. അപ്പൊ ഞാൻ ശല്യമല്ല അല്ലേ? ഇപ്പൊ ശല്യമല്ല, പക്ഷെ ശല്യമാവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഷിബുവിനെ ഞാൻ ഒരു ശല്യമാകുന്ന ദിവസം ഈ ഷിബുവിനെ പിന്നെ ആരും കാണൂല. അതിനർത്ഥം എന്താണ്? ഞാൻ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പം മൊബൈൽ ഷോപ്പൊക്കെയോ? അത് ശിവാനി എടുത്തു. ഒന്ന് ചേട്ടാ, ഓരോന്ന് പറഞ്ഞ ആവശ്യമില്ലാണ്ട് കൺഫ്യൂഷൻ ആക്കരുത്. ചേട്ടെ, എന്നെ കണ്ടല്ലോ, ഇനി ഞാൻ പൊക്കോട്ടെ. കേശു എങ്ങാനും ഇറങ്ങി വന്നാ ചേട്ടനെ എന്നെ ഒരുമിച്ച് കൊല്ലും. അപ്പം എന്റെ പ്രണയത്തിന് വേണ്ടി എന്റെ മരണം സംഭവിക്കണമെങ്കിൽ സംഭവിക്കട്ടെ ഞാൻ വിചാരിക്കും. പൊന്നു ചേട്ടാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് നിങ്ങളെ ഇഷ്ടമൊക്കെയാണ്. ഇഷ്ടം? പക്ഷേ അത് പക്ഷേ നമുക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ, ചോക്ലേറ്റ് ലുക്ക് ഇല്ല അല്ലേ? അല്ലെങ്കിലും നമ്മൾ പോലത്തെ ആൾക്കാരെ മനസ്സാണ് ആരും ഇല്ലല്ലോ. ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കണം. അപ്പൊ സുഖം തന്നെ മക്കളെ. ഇപ്പം ബൈക്കിൽ അങ്ങോട്ട് പോയാല് ആരും പോയില്ലല്ലോ. ആരും പോയില്ല. ബൈക്കിൽ ഇങ്ങനെ ഓടിച്ചോണ്ട് പോയില്ലേ? ബൈക്കില് പോയത് അത് പറഞ്ഞിറങ്ങി വന്നാണ്. അതുണ്ടല്ലോ അപ്പൂപ്പ, അത് കേശുവിന്റെ ഒരു അടുത്ത കൂട്ടുകാരനാണ്. ഇവിടെ അടുത്ത് പുറത്ത് ഇവിടെ അടുത്ത് പുറത്തുള്ളതാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും കൂട്ടുകാരൻ തന്നെ. അപ്പൊ ഞാനിങ്ങനെ മാവില് മാങ്ങയൊക്കെ ഉണ്ടോന്ന് ഇങ്ങനെ നോക്കി നിന്നപ്പോ അവൻ ചുമ്മാ ഇതിൽ കൂടെ ഇങ്ങനെ പോന്ന്. അപ്പൊ ഇല്ല പോയി. അപ്പൊ ഞങ്ങളിങ്ങനെ ചുമ്മാ കണ്ടു വർത്താനൊക്കെ പറഞ്ഞ് അവരെന്തോ കാര്യങ്ങളുണ്ടോ അവനങ്ങ് പോയി. അത്രേ ഉള്ളു. നമുക്ക് വീട്ടിലോട്ട് കേട്ടാ. ടീച്ചറ് ഇതുണ്ടല്ലോ അപ്പൂപ്പ, ഇവിടെ പിള്ളേരെ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചറാ.